കുളവാഴയും ചണ്ടിയും നിറഞ്ഞ് ചേറ്റുപുഴ KLDC കനാലിൽ ഒഴുക്ക് നിലച്ചു. അരിമ്പൂർ മണലൂർ പഞ്ചായത്തുകളിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറുമെന്ന് ആശങ്ക. ആഴ്ചകളായി KLDC കനാലിൽ വന്നടിഞ്ഞ കുളവാഴയും ചണ്ടിയും നീക്കം ചെയ്യണമെന്ന കർഷകരുടെ ആവശ്യത്തിന് ബന്ധപ്പെട്ടവർ ചെവി കൊടുത്തിരുന്നെങ്കിൽ ഈ അവസ്ഥ വരില്ലായിരുന്നുവെന്നാണ് കർഷകർ പറയുന്നത്. KLDCയുടെ അനാസ്ഥയും അശ്രദ്ധയുമാണ് ഇതിന് കാരണമെന്നും പ്രശ്നം അടിയന്തരമായി പരിഹരിക്കണമെന്നും ചാലാടി പഴംകോൾ കൂട്ടുകൃഷി പാടശേഖര സമിതി സഹകരണ സംഘം പ്രസിഡന്റ് KK ശശിധരൻ ആവശ്യപ്പെട്ടു. അപ്പോൾ ഈ ചണ്ടിയും കുളവാഴയും നിറയുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ട് വലിയ തോതിൽ നീരൊഴുക്ക് തടസ്സപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലായി അരിമ്പൂർ പഞ്ചായത്തിലും സമീപ പ്രദേശങ്ങളിലെയും നെൽകൃഷി ഇറക്കാൻ ആവശ്യമായ രീതിയിലുള്ള പ്രവൃത്തികൾ നടത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ജലം സുഗമമായി ഒഴുകിപ്പോകാൻ കഴിയാത്തതിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെ കാർഷിക മേഖലയിലടക്കം പണികൾ വലിയ തോതിൽ വൈകാനും കൂടി ഉണ്ടാകുമെന്നാണ് ഇവിടുത്തെ കൃഷിക്കാർ ഭയപ്പെടുന്നത്. മഴ പെയ്തുണ്ടാകുന്ന അധികജലം ചേറ്റുപുഴ കനാലിലൂടെയാണ് ഏനാമാക്കൽ ഫേസ് കനാൽ വഴി കടലിലേക്ക് ഒഴുകിപ്പോകുന്നത്. കനാലിൽ ചണ്ടിയും കുളവാഴയും നിറഞ്ഞതോടെ മഴവെള്ളം ഒഴുകിപ്പോകുന്നത് നിലച്ചു. കനത്ത മഴ തുടർന്നാൽ ഇതുമൂലം അരിമ്പൂർ മണലൂർ പഞ്ചായത്തുകളിലെ താഴ്ന്ന പ്രദേശങ്ങളിലെ നിരവധി വീടുകൾ വെള്ളക്കെട്ടിലാകും. അരിമ്പൂർ പഞ്ചായത്തിലെ നിരവധി പാടശേഖരങ്ങൾ ആഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിൽ നെൽകൃഷി ഇറക്കാൻ ആവശ്യമായ പ്രവൃത്തികൾ തുടങ്ങുന്ന സമയമാണ്. ജലസേചന സൗകര്യങ്ങൾ മുടങ്ങി സമയബന്ധിതമായി നടക്കേണ്ട കൃഷിയിറക്ക് അവതാളത്തിലാകുമെന്ന ആശങ്കയിലാണ് കർഷകർ. TCV തൃശൂർ.